തിരുവല്ല നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നിക്ഷേപ തട്ടിപ്പിൽ പത്തനംതിട്ട MP ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യാൻ ED. ആന്റോ ആന്റണിക്ക് 2 കോടി രൂപ നൽകിയെന്ന നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജുവിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് നീക്കം. 2 കോടി രൂപ സംബന്ധിച്ച കണക്ക് വ്യക്തമാക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. 2 കോടി രൂപ എങ്ങനെ വാങ്ങി എന്നത് വ്യക്തമാക്കേണ്ടത് ഇനി ആന്റോ ആന്റണിയാണ്. കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വീടില്ലാണ്ടാണ് കൊടുത്തതെന്നും പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെ വാങ്ങിയെന്ന് മനസ്സിലാക്കിയാലാണ് കള്ളപ്പണമാണോ വാങ്ങിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സമൂഹം കാണേണ്ടത് 2 കോടി രൂപ കടം വാങ്ങുക, കടം ബൾക്കായിട്ട് വാങ്ങിയതാണോ അല്ല അക്കൗണ്ടിൽ കൊടുത്തതാണോ എന്നുള്ളത് വ്യക്തമാക്കാതിരിക്കുക. അക്കൗണ്ടിലല്ല എങ്കിൽ കള്ളപ്പണമാണ്. മടക്കി കൊടുത്തതും അക്കൗണ്ട് സംവിധാനത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് വളരെ ഗൗരവമുള്ള ഒരു പരിശോധന വേണം. കോൺഗ്രസ് തന്നെ വ്യക്തമാക്കണം എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനിടെ ആന്റോ ആന്റണിക്കെതിരായ ആരോപണം വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതി അഭിഭാഷകൻ പരാതിയും നൽകി. മേഘ്ന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മേഘ്ന, EDയുടെ നീക്കങ്ങൾ തന്നെയാണ് അറിയേണ്ടത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് NM രാജുവിന്റെ ഒരു ആരോപണമൊക്കെ. 2 കോടി രൂപ MP അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. 20 ലക്ഷം മാത്രമാണ് തിരിച്ചു കൊടുത്തത് എന്നുള്ളൊരു ആരോപണം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും EDയുടെ തുടർ നീക്കങ്ങൾ? അന്വേഷണത്തിലേക്ക് കടക്കാനാണോ? അമൃത, തീർച്ചയായും ആന്റോ ആന്റണി MPയെ സമീപിക്കാൻ തന്നെയാണ്, മൊഴിയെടുക്കാനും വിവരങ്ങൾ ശേഖരിക്കാനും തന്നെയാണ് ED ലക്ഷ്യം വയ്ക്കുന്നത്. അതിൽ പ്രധാനമായും നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നിക്ഷേപ സ്ഥാപനവുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ ED അന്വേഷണം ഉണ്ടായിരുന്നു. അതിൽ ED ചെന്നൈയിലെയും അതുപോലെ തന്നെ പത്തനംതിട്ടയിലെയും ഈ ധനകാര്യ സ്ഥാപനത്തിന്റെ ഓഫീസിലെത്തുകയും പരിശോധന നടത്തുകയും 44 കോടി രൂപ കണ്ടുകെട്ടുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഈ ധനകാര്യ സ്ഥാപന ഉടമയായിട്ടുള്ള NM രാജു മാധ്യമങ്ങളോടക്കം ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. അതിൽ ആന്റോ ആന്റണി MPക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ 2 കോടി രൂപ ആന്റോ ആന്റണി MP മറ്റ് ഈടുകളൊന്നുമില്ലാതെ വാങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പണം എന്തിനു ഉപയോഗിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനമായും ED ആന്റോ ആന്റണി MPയോട് ചോദിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ വിവരശേഖരണമായി നടത്താൻ പോകുന്നത്. അതിൽ ഈ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ ധനകാര്യ സ്ഥാപനം പല നിക്ഷേപകരിൽ നിന്നും പണം കള്ളപ്പണമായി വാങ്ങുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആന്റോ ആന്റണി MP 2 കോടി രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കള്ളപ്പണമാണോ എന്നുള്ള കാര്യം കൂടി ED അന്വേഷിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും ഈ 2 കോടി രൂപയുമായി ബന്ധപ്പെട്ട് ആന്റോ ആന്റണി MP മാധ്യമങ്ങളെ കാണുകയും ഈ 2 കോടി വാങ്ങിയില്ല എന്നുള്ള കാര്യം ഇതുവരെ MP പറഞ്ഞിട്ടില്ല. പറഞ്ഞത് പണം വാങ്ങിയിട്ടുണ്ട്, അത് തെരഞ്ഞെടുപ്പ് സമയത്ത് ചിലവിനായി വാങ്ങി എന്നുള്ള കാര്യമാണ് MPയും വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ MP കൂടുതൽ പ്രതിരോധത്തിലാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ EDയോട് ഈ പണം എന്തിനു ഉപയോഗിച്ചു എന്നുള്ള കാര്യം വ്യക്തമാക്കാനുള്ള ബാധ്യത ഈ ആന്റോ ആന്റണി MPക്ക് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും NM രാജുവിന്റെ വെളിപ്പെടുത്തലിൽ അത് ഒരു ഈടുമില്ലാതെ ഈ പണം വാങ്ങി എന്നുള്ളതാണ് NM രാജുവിന്റെ വെളിപ്പെടുത്തൽ. അതുകൊണ്ട് തന്നെ ഈ പണം എവിടേക്ക് പോയോ? അതുപോലെ തന്നെ രാഷ്ട്രീയ ആരോപണങ്ങളും ഉണ്ട്. ഈ രാഷ്ട്രീയ ആരോപണങ്ങൾ BJPയും CPM അടക്കം പറയുന്നത് എന്തിനാണ് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ 2 കോടി രൂപ എന്നുള്ളതാണ് BJPയും CPM അടക്കമുള്ള നേതാക്കളും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും ആരോപിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഉത്തരം പറയേണ്ടി വരും ആന്റോ ആന്റണി. അതെ, അത് തന്നെയാണ് മേഘന സൂചിപ്പിച്ചതുപോലെ. പണം വാങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം കഴിഞ്ഞ ദിവസവും പറഞ്ഞിട്ടില്ല. വാങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ സ്ഥിരീകരിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അപ്പോൾ എന്തിനു വേണ്ടി ഇത് ഉപയോഗിച്ചു എന്നുള്ള ചോദ്യം ഉണ്ട്, നിലനിൽക്കുന്നുണ്ട്. അതിന് ഉത്തരം പറയേണ്ടത് അല്ലെങ്കിൽ അതിലൊരു വിശദീകരണം നൽകാനുള്ള ഒരു ബാധ്യത അദ്ദേഹത്തിനില്ലേ? തീർച്ചയായും അവർക്ക് അങ്ങനെ തന്നെയാണ്. അതിൽ കൂടുതലും മാധ്യമങ്ങളോട് വിശദീകരിക്കുമ്പോഴും അതിനൊരു ഉത്തരം പറയുമ്പോഴും ഈ പണം വാങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം ആന്റോ ആന്റണി MP പറയുന്നില്ല. മറിച്ച് ഈ പണം വാങ്ങിയിട്ടുണ്ട്. NM രാജു ആ സമയത്ത് 2019 കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു, ഇപ്പോൾ CPMന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ ആരോപണം എന്നുള്ളതാണ് ആന്റോ ആന്റണി MP പറയുന്നത്. പക്ഷേ ഈ പണം വാങ്ങിയിട്ടുണ്ട്. ഇനി ഈ പണം എങ്ങോട്ട് പോയി എന്നുള്ളതാണ് ഒന്നാമതായി EDയോട് പറയേണ്ടി വരുന്ന ഉത്തരം എന്ന് പറയുന്നത്, അത് വിശദീകരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പണം ഈ ധനകാര്യ സ്ഥാപനം അല്ലെങ്കിൽ NM രാജു ഈ പണം നൽകിയത്, ഈ പണത്തിന്റെ സ്രോതസ് എന്താണ്? ഇത് പല നിക്ഷേപകരിൽ നിന്നും അല്ലെങ്കിൽ വെട്ടിച്ചുണ്ടാക്കിയ പണമാണോ എന്നുള്ളതാണ് മറ്റൊരു അന്വേഷണം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കള്ളപ്പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി എന്നുള്ള കാര്യം കൂടി ആന്റോ ആന്റണി MPക്കെതിരെ വരുന്ന കുറ്റങ്ങളിൽ ഒന്നായി മാറും. അത് വിശകലനം EDയോട് വിശദീകരിക്കേണ്ടി വരുമെന്നുള്ള കാര്യമാണ് മറ്റൊരു കാര്യം. എന്തായാലും ഈ പണത്തിന്റെ സ്രോതസ്, പണം ഉപയോഗിച്ച വഴി, പണം പോയ വഴിയൊക്കെ ആന്റോ ആന്റണി MP വിശദീകരിക്കേണ്ടി വരും. ED ആദ്യം NM രാജുവിനെ നോട്ടീസ് അയച്ച് വിളിപ്പിച്ച് ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും ആന്റോ ആന്റണി MPക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി നോട്ടീസ് നൽകുക എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ അറിയുന്നുണ്ട്. ശരി മേഘ്ന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.